എനിക്ക് തോന്നുന്നു വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ സ്കൂളിലെ അധ്യാപകരും നാട്ടിലെ നാട്ടുകാരെല്ലാവരും എന്നെ ഒരു കലാകാരനായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത്. സ്കൂളിൽ ഓരോരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പുകളിൽ നമ്മൾ ഡാൻസ് പെർഫോം ചെയ്യുമ്പോഴൊക്കെ അവർ എന്നെ വളരെ കുഞ്ഞുനാൾ മുതൽ കണ്ടുവരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പറഞ്ഞ ജിജി കലാമന്ത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നാടകത്തിലെ എൻ്റെ നാടകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, നാടക പ്രവർത്തകനാണ്. ഏകദേശം എനിക്കൊന്ന് ഒരു +2 വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി സെക്ഷനിലേക്ക് മാറുന്നൊരു ടൈമിലാണ്. ആ സമയത്തേക്കും എനിക്ക് തോന്നുന്നു നാടകം എന്ന് പറയുന്ന കല അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനോട് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അത്രയധികം അടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയും. എൻ്റെ നല്ല കുട്ടിക്കാലം തൊട്ടേ ഒരുപാട് പ്രൊഫഷണൽ നാടകങ്ങളിലും ബാലകളിലും സ്കിറ്റുകളിലൊക്കെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനൊരിക്കലും ഒരു AC തിയേറ്റർ ഹാളിൽ പെർഫോം ചെയ്തു വന്ന ഒരാളല്ല. ഞാൻ ഒരുപാട് ക്രൗഡുള്ള ഉത്സവപ്പറമ്പുകളിലും അങ്ങനെ തെരുവ് നാടകങ്ങളിലൊക്കെ പെർഫോം ചെയ്ത് തന്നെയാണ് ഞാൻ ഒരുപക്ഷെ മലയാള ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ എത്തിയത്. കാവാല സാർ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ 2 നാടകങ്ങളിൽ ഭാഗമാകാൻ പറ്റി.